അങ്ങനെ വെബ് ഡെവലപ്മെന്റ് യൂസിങ് ജാങ്കോ ഫോർ ബിഗിനേഴ്സ് എന്ന ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിന്റെ ലാസ്റ്റ് സെഗ്മെന്റിലോട്ട് നമ്മൾ ക്രോസ് ചെയ്യണം. ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംസ്, ജാങ്കോ ഫോംസ് ഹാൻഡിൽ ചെയ്യണം. സോ ഇതുവരെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള വ്യൂസ് ഒന്നും നമുക്ക് ഇനി ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് ഏറ്റവും സിമ്പിളായിട്ട് ഫോം ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റോടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫോം ഹാൻഡ്ലിംഗ്. സോ അത് ആദ്യം ഞാനൊരു വ്യൂ ആക്കി കാണിക്കാം. ഓക്കെ, ഫോം ഹാൻഡിൽ എന്ന സെക്ഷൻ ഇവിടെ കാണിച്ചു. ഫോം ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അതെന്ത് ചെയ്യുന്നു, ഈ ഒരു സജഷൻസിനകത്ത് തന്നെ ഞാൻ എഴുതാണ് ഡെഫ് ഫോം ഹാൻഡിൽ. ഓക്കെ, ഫോം ഹാൻഡ്ലിംഗ് എന്ന സെക്ഷൻ എടുത്തു. ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, ഒരു HTTP റെസ്പോൺസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഫോം ഹാൻഡ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോം ക്ലാസ് വേണം. ഓക്കെ, എന്താണ് ഒരു ഫോം ക്ലാസ്? ഞാൻ ഇവിടെ എന്താണ് ഉദ്ദേശിക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാമ്പിൾ HTML പേജ് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ഈ index.html തന്നെ നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാം. ഫൈൻ, റിട്ടേൺ റെൻഡർ ഫൈൻ. ഇപ്പം എന്താണ്, നമ്മൾ ആ ഒരു ഇൻഡെക്സ് പേജ് ഇവിടെ വന്നു അല്ലേ, ഇൻഡെക്സ് പേജ്. അപ്പോൾ ഈ ഇൻഡെക്സ് പേജിൻ്റെ താഴെ ഞാൻ അടുത്തൊരു ഇതിനകത്തുള്ള ഇതെല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ട് സംഹൗ എനിക്കൊരു സെറ്റ് ഓഫ് ഫീൽഡ്സ് വേണം. ഞാനൊരു ആർട്ടിക്കിൾ എഴുതാൻ പോകണം, ഒരു ബ്ലോഗ് എഴുതാൻ പോകണമെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ബ്ലോഗ് എഴുതുന്നത് സംബന്ധിച്ചുള്ള കുറച്ച് ഡേറ്റാസ് എനിക്ക് വേണം. ഒരു ബ്ലോഗ് എഴുതാനെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണ്ടി വരും, ബ്ലോഗിനൊരു ടൈറ്റിൽ വേണ്ടി വരും. ഞാൻ ബ്ലോഗ് എഴുതുകയാണെങ്കിൽ ആ ബ്ലോഗിനൊരു ടൈറ്റിൽ വേണ്ടി വരും, കണ്ടന്റ് വേണ്ടി വരും, പിന്നെന്താണ്, ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഇത് എഴുതുന്നതെന്ന് വെച്ചോ, ആ ഒരു ഇത് എഴുതുന്ന ആ ഒരു ബ്ലോഗ് എഴുതുന്ന. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫൈൻ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവൻറ്റ്സ് എന്ന ടേബിളാണ് നമ്മളിത് ഓൾറെഡി ചെയ്യുന്നത്. സോ നമുക്ക് ഫോംസ് എന്ന് പറയുന്നത് ഇതുവരെ കേട്ടുകേൾവില്ലാത്തൊരു സാധനമാണ്, ഒരു പുതിയ സെഗ്മെന്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുന്നു, ഫോംസ് എന്ന് പറയുന്നത്, forms.py ക്ലാസ് ബ്ലോഗ് ഫോം ഓഫ് ക്ലാസ് ബ്ലോഗ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം ക്രിയേറ്റ് ചെയ്യുക. ഇത് എവിടെ നിന്നൊരു ഇമ്പോർട്ട് ചെയ്യണ്ടേ, ഫ്രം ജാങ്കോ ഇമ്പോർട്ട് ഫോംസ്. ഓക്കെ, ഇവിടെ നിന്നാണ് ഈ ഫോംസ് ഇത് ചെയ്യുന്നത്, ഫോംസ്.ഫോം. ഇവിടെ ഫോംസ്.ഫോം ഉണ്ട്, മോഡൽ ഫോം ഉണ്ട്. മോഡൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ മോഡൽ ഫോമിൽ നിന്ന് പറഞ്ഞാൽ ഓക്കെ, സപ്പോസ് ഇതൊരു ബ്ലോക്ക് ഫോം അല്ല, നമുക്കിപ്പം ഓൾറെഡി സജഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫോം വന്നിട്ട് സജഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഫോമിനകത്ത് ഒരു മോഡലും ഉണ്ട്, ഒരു ഫീൽഡ്സും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് അങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ആവുന്നത്? അവിടെ ഇതൊരു ഞാൻ SUGGESTION സജഷൻ ബോക്സ് ഫോം ആണെന്ന് വെച്ചാൽ, സജഷൻ ബോക്സ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഫോംസ്.മോഡൽ ഫോം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓൾറെഡി ജാങ്കോയിലുണ്ട്. അത് വെച്ചിട്ട് ഒരു ഫോം ക്രിയേറ്റ് ആവും. അതിനെന്ത് ചെയ്താൽ മതി, അത് ഏത് മോഡലിൽ നിന്നാണ് ഏതൊക്കെ ഫീൽഡ്സ് വേണം എന്നുള്ള 2 ഇൻഫോർമേഷൻ മാത്രം ബേസിക്കലി നമ്മൾ കൊടുത്താൽ മതി. അതെന്ത് ചെയ്യുന്നു, മെറ്റ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്ക് ഇവിടെ കൊടുക്കാം. മെറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഞാൻ ഈ മോഡലും പറഞ്ഞു കൊടുത്തു,
അതുപോലെ തന്നെ എന്തൊക്കെ ഫീൽഡ്സ് വേണമെന്നുള്ളതും പറഞ്ഞിട്ടു. ഓക്കെ, ഞാൻ ആ കാറ്റഗറിയോടെ കൊടുക്കണം. കാറ്റഗറി, ഡിസ്ക്രിപ്ഷന്, ഇവന്റ്, ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇത്ര മാത്രം മതി. നമുക്ക് ആ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫോം കിട്ടിയില്ലേ, ഏത് ഇവന്റിനകത്ത്, ടെംപ്ലേറ്റ്സിനകത്ത്, ഇവന്റിനകത്ത് സെലക്ഷൻ ഫോം. ഈ ഒരു ഫോം ഉണ്ടാക്കാൻ വേറൊന്നും വേണ്ട, ഇത്രയും കോഡ് മാത്രം മതി. ഈ ഒരു മോഡൽ ഫോമിനകത്ത് അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ക്ലാസ് ഉണ്ടാക്കുക, അതിനൊരു മെറ്റാ ക്ലാസ് എഴുതുക, ഏത് മോഡലാണ് വേണ്ടിയത്, എന്ത് ഫീൽഡാണ് വേണ്ടിയതെന്നുള്ളത് മാത്രം എഴുതി കൊടുക്കാം. ഓക്കെ, സോ സജഷൻ മോഡൽ ഫോം, ബോക്സ് ഫോം കണ്ടു. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. ഫോം ആക്ഷൻ ഇസിക്കൽ ടു എന്തെങ്കിലും മെത്തേഡ് ഇസിക്കൽ ടു, നമ്മൾ എല്ലാത്തിനും മെത്തേഡ് ഇസിക്കൽ ടു കോസ്റ്റ് ആണ് ഇട്ടത്. നമുക്കൊന്ന് ഗെറ്റ് ഇട്ട് നോക്കാം. ഓക്കെ, ബട്ടൺ ടൈപ്പ് ഇസിക്കൽ ടു സബ്മിറ്റ്. സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ കൊടുത്തു. നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, CSRF ടോക്കൺ. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറയുന്നത്, ഇവിടെ ജസ്റ്റ് ഫോം എന്ന് പറയുന്ന വേരിയബിൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അതല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ബേസിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ ചെയ്തു വെച്ചു. സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിന് വേണമെങ്കിൽ ഞാൻ ക്ലാസ് ഇട്ട് കൊടുക്കാം. ക്ലാസ് BTN സക്സസ്, പച്ചവടം വന്നു. ഇത് അവിടെ ക്ലോസ് ചെയ്തു. ഫോംസ് എന്ത് ചെയ്തു, സജഷൻസിനകത്ത് ഈ ഒരു വ്യൂ. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്തു, നമ്മൾ ഉണ്ടാക്കിയ ഫോംസ്, ഫോം ഇസിക്കൽ ടു സജഷൻ ബോക്സ് ഫോം എന്ത് ചെയ്തു, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ഞാൻ തൽക്കാലം ഒന്ന് മിനിമൈസ് ചെയ്യാണ്, കൺഫ്യൂഷൻ കുറയ്ക്കാനായിട്ട്. ഫൈൻ. അപ്പോൾ എന്ത് ചെയ്തു, സജഷൻ ബോക്സ് ഫോം എന്ന് പറയുന്ന ഫോം ഞാൻ ഇമ്പോർട്ട് ചെയ്തു. കോണ്ടെക്സ്റ്റ് ഇസിക്കൽ ടു ഫോം എന്ന് പറയുമ്പം ഈ ഫോമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, കോണ്ടെക്സ്റ്റിനകത്ത് ഫോം എന്ന് പറഞ്ഞാൽ ഈ ഫോമാണ് കൊടുക്കേണ്ടത്. ഈ കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ പാസ് ചെയ്ത് വിട്ടു. റീഫ്രഷ്, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്ത് ചെയ്തു, ഈ ഫോം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നേരെ വന്നു, ഈ ഫോം എന്ന് പറഞ്ഞ വേരിയബിൾ ഞാനിവിടെ ഇട്ട് കൊടുത്തു. കാറ്റഗറി വന്നു, കാറ്റഗറിയുടെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വന്നു, ഡിസ്ക്രിപ്ഷൻ വന്നു, ഇവന്റ് വന്നു. ഓക്കെ, ഈ ഹെൽപ്പ് ടെസ്റ്റ് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിടികിട്ടിയാൽ നിങ്ങൾ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. സജഷൻ ബോക്സിൻ്റെ ക്രിയേറ്റ് ഫോം മേടിച്ചപ്പം ഒരേ ലെവലിൽ 3 ഒന്നിച്ച് വന്നില്ലേ, സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. സജഷൻ ബോക്സ് ഫോമിനകത്ത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്ത, ബൂട്ട്സ്ട്രാപ്പ് ആക്കിയത്, ഇത് ലോഡ് ചെയ്തു. അതിനുശേഷം ഇതിന് ക്രിസ്പി എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഇട്ട് കൊടുത്തു അല്ലേ. ഈ പൈപ്പ് ഇട്ട് കൊടുത്തിട്ട്, ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ക്രിസ്പി. ഓക്കെ, ഈ ഫോമിനെ ക്രിസ്പി ആക്കാൻ പറഞ്ഞു. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പം വാവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഫോം ഉണ്ടാക്കാനുള്ള പണിയല്ലേ. അല്ലെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് എന്തൊക്കെ ഇൻപുട്ട് ബോക്സ് ഉണ്ട്, ആ ഇൻപുട്ട് ബോക്സ് മറ്റേത് മറിച്ചോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ ഇവിടെ സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പം ഇത്ര സിമ്പിളാണ് ഫോംസ് എന്ന് പറയുന്നത്. ഇത് ഫോംസ് അല്ല, മോഡൽ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോഡൽ നോക്കി അതുപോലെ ഫോംസ് ഉണ്ടാക്കിയെടുക്കാൻ യാതൊരു പണിയില്ല. ഈ ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് ജാങ്കോ ഇത് നമുക്ക് ചെയ്തു തരുന്നതെന്ന് കരുതരുത്. ഈ പണിയെടുത്തത് ജാങ്കോ തന്നെയാണ്. ഓക്കെ, എനിവേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഒരു മോഡൽ ഫോമിൻ്റെ ടെമ്പററി കാണിച്ചു തന്നു. ഇനി ഇവിടെ വന്നിട്ട് എന്താണ്, കാറ്റഗറി വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, അതവിടുന്ന് പോയി. നമുക്ക് വേറൊരു പണിയില്ല, ഒരു ചേഞ്ച് വരുത്തേണ്ടി വന്നില്ല. എന്താണ് ചേഞ്ച് എന്നുള്ളത് മാത്രം പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഫൈൻ. ഇനി ഇതിനൊക്കെ കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഒരു സെറ്റ് ഓഫ് ഫീൽഡ് ഒരു മോഡലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡൽ അനുസരിച്ച് ആ ഫീൽഡ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം, തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടി, ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്
ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലേ. ഇത് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പോസ്റ്റിനകത്ത് കുറേ ഡേറ്റ വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ. ഓക്കെ, അപ്പം ഈ കോണ്ടസ്റ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, റിക്വസ്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഫോം എന്ന് പറയുന്ന സെഷൻ ബോക്സ് ഡോട്ട് ഫോം എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സിംപ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രശ്നമില്ല, ആസ് യൂഷ്വൽ ലോഡിംഗ് ആണ് അല്ലേ. ഇവിടെ ഫോം ഇസ് ഇക്വൽ ടു സജഷൻ ബോക്സ് ഫോം. സജഷൻ ബോക്സ് ഫോമിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിനകത്താണ് നമ്മുടെ ഡേറ്റ അല്ലേ. എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിന് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ ഷെയർ ചെയ്യുന്നു. അതുപോലെ റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ്. ഓക്കെ, റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഉള്ള പോലെ തന്നെ റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ ഇതുവഴി അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാങ്കോ മോഡൽസിനകത്ത് ഫയൽ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫയൽ ഫീൽഡ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫയൽസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ് കൂടെ ഇതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്തോണം. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ഞാൻ മെത്തേഡ് ഇൻഡെക്സിനകത്ത് ഓൾറെഡി നമ്മുടെ ഗെറ്റാണ് കൊടുത്തിരുന്നത്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, വെറുതെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് ഗെറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കണ്ടോ, ഗെറ്റ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ആറിൽ കൂടെ എനിക്ക് ആ ഡേറ്റ പാസ്സായി പോകുന്നത്. പോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ യു ആറിൽ കൂടെ പോകത്തില്ല, എന്ത് ചെയ്യുന്നു, ബാക്കിൽ കൂടെ പോകും, നമ്മളാരും കാണാതെ പോകും. ഗെറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് യു ആറിൽ കൂടെ തന്നെ ഷെയർ ചെയ്യും. ഐഡിയും പാസ്വേഡും ഒക്കെ ഗെറ്റ് റിക്വസ്റ്റ് വഴി ഷെയർ ചെയ്താൽ നല്ല രസമായിരിക്കും. ഫേസ്ബുക്കിൽ കയറിയിട്ട് ഓർത്ത് നോക്കിയേ, ഫേസ്ബുക്കിൽ കയറി ഉടനെ ഗെറ്റ് റിക്വസ്റ്റ് വഴിയാണ് നിങ്ങളുടെ ഐഡിയും പാസ്വേഡും ഒക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ പുറകെ നിൽക്കുന്നതിന് യു ആറിൽ നോക്കിയാൽ മതി നിങ്ങളുടെ പാസ്വേഡ് കാണാൻ. ഓക്കെ, അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും പോസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വന്നത്. നമുക്ക് ഇതിനെ പോസ്റ്റ് ആക്കാം. ഓക്കെ, പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചു, അതിനുശേഷം സെൻഡ് ചെയ്തു. ഓക്കെ, ഇനിയും എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ പോസ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എന്താ സംഭവിക്കുന്നത്, പോസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സജഷൻ ഫോമിനകത്തോട്ട് നമ്മുടെ പോസ്റ്റ് ഡേറ്റയും, ഇപ്പം നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ഫയലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ അതും നമുക്ക് കൊടുത്തുവിടാം. കൊടുത്തുവിട്ടതിന് ശേഷം ഇഫ് ഫോം ഡോട്ട് ഈസ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്തുവാണെന്ന് ചെയ്യാം. ഫോമിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോമിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം ഡോട്ട് സേവ് വിളിച്ചാൽ മതി. ഫോം ഡോട്ട് സേവ് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ ഫോം വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫോം സേവ് ആവും. ഫോം സേവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, റിട്ടേൺ നമ്മൾ പറയുന്ന സം യു ആർ എല്ലിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിവ്യൂവിനെ റീഡയറക്റ്റ് ചെയ്ത് വിടാം. ഓക്കെ, ഇത് റീഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ മെസ്സേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ എന്ത് ചെയ്തു, ഇപ്പം ഞങ്ങൾക്ക് ഒരു ഉദ്ദേശം മനസ്സിലായി കാണും. നമ്മൾ ആ ക്ലാസ് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഇത് റിക്വസ്റ്റഡ് മെത്തേഡ് പോസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഫോം